ഞാൻ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ വാച്ചുകളിലോ സമയം നോക്കുമ്പോൾ 11:11 അല്ലെങ്കിൽ 10:10 ഇതുപോലെ ഓരോ സമയങ്ങൾ കാണിക്കും. നമ്മൾ ഒരു സംഖ്യ കാണുന്നു അല്ലെങ്കിൽ ഒരു സമയം കാണുന്നു എന്നതിലുപരി നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആണോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. ചില കാര്യങ്ങളിൽ കോയിൻസിഡൻസ് എന്ന് പറയുന്നത് ലക്ക് ഫാക്ടർ വരുമ്പോഴാണ്. പ്രപഞ്ചത്തിൻ്റെ തലത്തിലേക്ക് നമ്മൾ കിടക്കണമെങ്കിൽ 3 കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മതി. ഒന്ന് ഫോർഗീവ്നെസ്, മേക്ക് ബിലീഫും അല്ലെങ്കിൽ നമ്മുടെ ഈ മാനിഫെസ്റ്റേഷനും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ, എനർജി, ഫ്രീക്വൻസി, വൈബ്രേഷൻ. ഇതില്ലാതെ ഈ ലോകത്തൊന്നുമില്ല. നമ്മൾ എത്രത്തോളം ഇൻറ്റൻസിറ്റി ഉണ്ടോ ആ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് മാനിഫെസ്റ്റേഷൻ വരിക. മാത്രമല്ല നമ്മൾ ആ ഹയർ ലെവൽ ഫ്രീക്വൻസിയിലേക്ക് നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും. ഇന്നത്തെ ഡിബേറ്റിൽ എനിക്കൊപ്പമുള്ളത് ആമുഖങ്ങളോ അല്ലെങ്കിൽ വിശേഷങ്ങളോ ആവശ്യമില്ലാത്ത ബിനോയ് ജോൺ. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളിലൂടെ നമുക്ക് ഉണ്ടായിരുന്ന കുറച്ച് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കോൺസെപ്റ്റുകളെക്കുറിച്ച് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം സാർ. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ വാച്ചുകളിലോ സമയം നോക്കുമ്പോൾ 11:11 അല്ലെങ്കിൽ 10:10 ഇതുപോലെ ഓരോ സമയങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ എൻ്റെ പല കാര്യങ്ങളും ആഗ്രഹിക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ആയിരിക്കണം. ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ മണി മാനിഫെസ്റ്റേഷനിൽ നമ്മളുടെ ഈ ഒരു സമൂഹത്തിൽ അതിന് പ്രസക്തി ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു സംഖ്യ കാണുന്നു അല്ലെങ്കിൽ ഒരു സമയം കാണുന്നു എന്നതിലുപരി നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആണോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. നമ്മൾ ഈ പറയുന്ന സമയം കാണുകയും നമ്മൾ മാനിഫെസ്റ്റേഷൻ്റെ തലങ്ങളിലേക്ക് നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാനിഫെസ്റ്റേഷൻ സംഭവിക്കും. ഒരു പ്രമുഖ വനിതാ ക്രിക്കറ്റർ അവർ ഇതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻ തൻ്റെ ജീവിതത്തിൽ ഈ ഒരു കരിയറിൽ വലിയൊരു ഹൈപ്പ് ഉണ്ടാകണം അല്ലെങ്കിൽ തനിക്ക് ഒരു വലിയൊരു ആഗ്രഹം ഈ ഒരു ഇന്ത്യ ടീമിന് വേണ്ടി നേടിക്കൊടുക്കണം എന്നൊരു ആഗ്രഹം ഈ മാനിഫെസ്റ്റേഷനിലൂടെ ആഗ്രഹിക്കുകയാണ്. അത് ഒരു കോയിൻസിഡൻസിലൂടെ ഒരു വലിയൊരു മാച്ചിൽ ആ ഒരു പ്ലെയർക്ക് വലിയൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു. ഇത് ഈ മാനിഫെസ്റ്റേഷനുമായിട്ട് കണക്ട് ചെയ്തതാണോ അതോ ഒരു ജസ്റ്റ് ഒരു കോയിൻസിഡൻസ് ആണോ? ഇത് കോയിൻസിഡൻസ് മാത്രമല്ല, ഇവിടെ ഒരാളുടെ എഫേർട്ടും കൂടി ഉണ്ട്. ഒരു ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു കളിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിൽ കഴിവ് ആവശ്യമാണ്. അപ്പോൾ വർഷങ്ങളുടെ പരിശീലനം ആവശ്യമാണ്. ഒരു സുപ്രഭാതത്തിൽ ഒരാൾക്കും പെട്ടെന്ന് പെർഫോം ചെയ്യാൻ പറ്റില്ലല്ലോ. അത് നമ്മുടെ കർമ്മം നമ്മൾ ചെയ്യണം, എന്നിട്ടേ യൂണിവേഴ്സിനോട് ആവശ്യപ്പെടാവൂ. അപ്പോൾ അത് നമ്മൾ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ അത് സംഭവിക്കും അവിടെ. പക്ഷേ അവിടെ പരിശീലനവും അവർ കൃത്യമായിട്ട് നടത്തിയെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ നമ്മൾ വെറുതെ എല്ലാം കണ്ണടച്ചിരുന്നങ്ങ് മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലോകത്തുള്ള എല്ലാവരും കോടീശ്വരന്മാരായി പോയതിനേയില്ലേ, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നതിനേയില്ലേ. അപ്പോൾ നമ്മൾ ഒരാൾക്ക് വേണ്ടി ദോഷം സംഭവിക്കാൻ വേണ്ടി അവൻ്റെ തലയിൽ ഇടുത്തി വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഇടുത്തി വീണെങ്കിൽ എൻ്റെ ശത്രുക്കളെല്ലാം നശിച്ചു പോയതിനേയില്ലേ. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ യൂണിവേഴ്സിന് ചില റൂൾസുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ 2 അതിലധികം ആളുകൾക്ക് പ്രയോജനമുള്ളതായിരിക്കണം. ഇപ്പം ഞാൻ ചെയ്യുന്ന ഹീലിംഗ് എന്ന് പറയുന്നത് 2 അതിലധികം ആളുകൾക്ക് പ്രയോജനം ഉണ്ടാവും. കാരണം നമ്മളുടെ അടുത്ത് വരുന്നതെല്ലാം മിക്കവാറും കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഒരു പ്രാന്തമായ നിലയിലുള്ള ഒരു ലേഡി എൻ്റെ അടുത്ത് വരുന്നു. അവർ ഹീൽ ചെയ്യപ്പെടുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന ഗുണം എന്താണ്? ആ കുടുംബം തന്നെ രക്ഷപ്പെടുകയാണ്. അപ്പോൾ ആ കുടുംബത്തിൽ 4 അംഗങ്ങളാണെങ്കിൽ ആ 4 അംഗങ്ങൾക്കും പ്രയോജനം ചെയ്യുകയാണ്. അപ്പം ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? യൂണിവേഴ്സിനെ നിരക്കുന്നതാണ്. അപ്പോൾ അതിന് എൻ്റെ ഹീലിങ്ങിന് ഞാൻ പ്യുവർ ഇൻറ്റൻഷനോട് കൂടി ഇരുന്ന് ചെയ്യുന്ന പവർഫുൾ ആയിട്ടുള്ളൊരു ഹീലറാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മാനിഫെസ്റ്റേഷൻ നടക്കും. നമ്മുടെ പൗലോ കൊയ്ലോയുടെ ഒരു പ്രസിദ്ധമായൊരു കോട്ടുണ്ട്. അതായത് നമ്മൾ ഒരു കാര്യം നിരന്തരമായി ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ അത് സാധിക്കാൻ നമ്മുടെ ഈ പ്രകൃതിയും നമുക്കൊപ്പം കൂടെ നിൽക്കും. ഈ മാനിഫെസ്റ്റേഷനായിട്ട് ഈ പൗലോ കൊയ്ലോയുടെ കോട്ടുമായിട്ട് എന്തെങ്കിലും റിലേഷൻ? നല്ല ബന്ധമുണ്ട്. ഞാൻ പൗലോ കൊയ്ലോയുടെ ഈ ബുക്ക് ആദ്യമായിട്ട് അറിയുന്നത് ഒരു 1999 അന്ന് തന്നെ ഈ ബുക്ക് എൻ്റെ ഒരു കൂട്ടുകാരനാണ് പരിചയപ്പെടുത്തുന്നത്. ഞാനത് അവിടെ നിന്ന് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് വായിക്കുകയും ചെയ്തു. അതെനിക്ക് 10-20 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഡിഗ്രി കഴിയുന്ന ഒരു പ്രായം. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ വാക്കുകൾ എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രപഞ്ചം ഗൂഢാലോചന ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഇൻറ്റൻസിറ്റി, ഇപ്പോൾ എനിക്കൊരു ഹീലർ ആവണം എന്നുള്ള ആഗ്രഹം, അത് വളരെ ഹയർ ലെവലിലുള്ള ഒരു ഇൻറ്റൻസിറ്റി ആയിരുന്നു. അപ്പോൾ അത് അത്രയും ഹയർ ലെവലിലുള്ള ഇൻറ്റൻസിറ്റി ആയതുകൊണ്ട് ഞാനൊരു HR മാനേജറായിരുന്ന തലത്തിൽ നിന്നും വർഷങ്ങൾ കൊണ്ട് ഞാൻ പഠിച്ച വിദ്യകളും എന്നിൽ വന്ന സിദ്ധികളും ഉപയോഗിച്ചിട്ട് ഞാനിങ്ങനെ ആയിത്തീരണം എന്നുള്ളത് തീർച്ചയായിട്ടും യൂണിവേഴ്സ് നടത്തി തന്നു. അല്ലെങ്കിൽ ഇന്നിപ്പോൾ എന്നെ ഈ ഇൻ്റർവ്യൂവിന് ഇവിടെ വിളിക്കില്ലല്ലോ. അതൊരൊക്കെ ഈ കോയിൻസിഡൻസ് ആയിക്കൂടെ? ചില കാര്യങ്ങളിൽ കോയിൻസിഡൻസ് എന്ന് പറയുന്നത് ലക്ക് ഫാക്ടർ വരുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ലോട്ടറി എടുത്തു, ബൈ ചാൻസ് അതിന്
അതിന് ഫസ്റ്റ് ഫസ്റ്റ് പ്രൈസ് അടിക്കുന്നു. അതും ഒരു കോയിൻസിഡൻസ് ലെവലിൽ നമ്മുടെ ലെഗ് ഫാക്ടറിൽ കളികളും നടക്കുന്നുണ്ട് ഈ ലൈഫിൽ. അത് നടക്കാറുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഇതിനെ നമ്മൾക്ക് ഈ ഡെലിബറേറ്റ് മാനിഫെസ്റ്റേഷൻ ഉണ്ട്, നോൺ ഡെലിബറേറ്റ് മാനിഫെസ്റ്റേഷൻ ഉണ്ട്. ഡെലിബറേറ്റ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ക്രിക്കറ്ററുടെ കാര്യത്തിൽ സംഭവിച്ച ഡെലിബറേറ്റ് മാനിഫെസ്റ്റേഷനാണ്. അതേസമയം നോൺ ഡെലിബറേറ്റ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷനാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ലോട്ടറി അടിക്കുന്നത്. പക്ഷേ ലോട്ടറി അടിക്കാൻ വേണ്ടി നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഒരു ലോട്ടറി ഇപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടാവും, താങ്കൾ എടുത്തിട്ടുണ്ടാവും, ഈ ക്യാമറമാൻ എടുത്തിട്ടുണ്ടാവും. ഇന്നാണ് നറുക്കെടുപ്പെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് എന്താ, നമുക്കെല്ലാവർക്കും 1 കോടിയെങ്കിലും അടിക്കണം, പ്രതീക്ഷയോട് കൂടിയാണ് എല്ലാവരും എടുക്കുന്നത്. അപ്പോൾ ഈ എല്ലാവരുടെയും പ്രതീക്ഷയെ മറികടന്ന് ഒരു തലതെറിച്ച ഭാഗ്യമുള്ളവനാണ് എന്തടിക്കുക, ലോട്ടറി അടിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ശ്രമം നടത്തേണ്ട ആവശ്യമുണ്ടോ? വെറുതെ നമ്മുടെ പൈസ കളയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പല മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പഠിപ്പിക്കുന്ന ആൾക്കാരും പറയാറുണ്ട്, ഞങ്ങൾ പഠിപ്പിച്ച ആൾക്കാർക്ക് ലോട്ടറി അടിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ 5,000 രൂപയും 10,000 രൂപയും എനിക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട്. അത് മാനിഫെസ്റ്റേഷൻ ഒന്നല്ല, എൻ്റെ തലവറിച്ചൊരു ഭാഗ്യമാണ് അത്രയെങ്കിലും അടിച്ചത്. ഒന്നും കിട്ടാതെ പോയിട്ടുണ്ട് എനിക്ക്. അവിടെ ഒരു ലക്ക് ഫാക്ടറാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് 2 രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കോയിൻസിഡൻസ് എന്ന് പറഞ്ഞാലും അതൊരു ലക്ക് ഫാക്ടറാണ്, കോയിൻസിഡൻസ് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ അബാക് മീഡിയയായിട്ട് പരിചയപ്പെടുന്നു. അബാക് മീഡിയയിലേക്ക് ഞാൻ വരുമ്പോൾ വേറൊരു വ്യക്തി മോഹൻജിയെ ഞാൻ പരിചയപ്പെടുത്തി. രോഹിത് ഭായി അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കൂടെ ചെയ്തു. അപ്പോൾ സാറും വരൂ, സാറിൻ്റെ പ്രൊഫൈലിലും ഒരു ഇൻ്റർവ്യൂ നല്ലതല്ലേ സാറേ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ അതിന് മീഡിയേറ്റർ ആയത് ആരാണ്? ശരിക്കും പറഞ്ഞാൽ മോഹൻജി വഴിയാണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ അവിടെ കോയിൻസിഡൻസ് ആണോ? അത് ശരിക്കും പറഞ്ഞാൽ കോയിൻസിഡൻസ് ആണോ എന്ന് ചോദിച്ചാൽ അത് അവിടെ ഒരു ലെഗ് ഫാക്ടർ ഉണ്ടെങ്കിൽ ലെഗ് ഫാക്ടർ നടത്തിയിട്ടുണ്ടോ. അല്ലെങ്കിൽ ഞാൻ അബാക് മീഡിയ അറിയ പോലുമില്ല, ജസ്റ്റ് ഒരു വ്യൂവറായിട്ട് നിൽക്കുന്ന ആളാണ് ഞാൻ അബാക് മീഡിയയുടെ. അപ്പോൾ അത് നമ്മൾ 2 രീതിയിൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ടൈം സോണിൽ എന്തെങ്കിലും വേരിയേഷനോ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു യൂണിവേഴ്സിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസോ ഈ ഒരു മാനിഫെസ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിരുന്നുണ്ടോ? മറ്റൊരു യൂണിവേഴ്സ് അല്ല, നമ്മൾ നിലനിൽക്കുന്ന യൂണിവേഴ്സ്, നമ്മളുടെ പ്രപഞ്ചം തന്നെ. പ്രപഞ്ചത്തിൻ്റെ തലത്തിലേക്ക് നമ്മൾ കിടക്കണമെങ്കിൽ 3 കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മതി. ഒന്ന് ഫോർഗീവ്നെസ്, അൺകണ്ടീഷണൽ ലവ്, ഗ്രാറ്റിറ്റ്യൂഡ്. ഇത് കൃത്യമായിട്ട് നമ്മൾ 100% ഉണ്ടെങ്കിൽ യു ആർ ഇൻ ദ ഫ്രീക്വൻസി ഓഫ് ദി യൂണിവേഴ്സ് എന്ന് പറയാം. നമ്മൾ യൂണിവേഴ്സിൻ്റെ ഫ്രീക്വൻസിയിലാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് മാനിഫെസ്റ്റേഷൻ വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ മഹാനടനായ മോഹൻലാൽ പറയുന്നുണ്ട്, എല്ലാം ഒരു മേക്ക് ബിലീഫാണല്ലോ. ആ ഒരു മേക്ക് ബിലീഫും അല്ലെങ്കിൽ നമ്മുടെ ഈ മാനിഫെസ്റ്റേഷനും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ നമുക്ക് എന്താ പറയുക, ചേർത്ത് പറയാൻ എന്തെങ്കിലും ഉണ്ടാവുമോ? മേക്ക് ബിലീഫ് അല്ല, ഇത് നമ്മൾ അനുഭവത്തിലൂടെ അറിയുന്നൊരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യം മാത്രമേ ഞാൻ പറയാറുള്ളൂ. നമുക്ക് അനുഭവത്തിൽ വരും, അപ്പോൾ മാത്രം വിശ്വസിച്ചാൽ മതി. അല്ലാതെ ഞാൻ പറയുന്നതുകൊണ്ട് വിശ്വസിക്കണ്ട. മേക്ക് ബിലീഫ് എന്ന് പറയേണ്ടത് ഇത് സംഭവിക്കുന്നത് തന്നെയാണ്. ഈ ലോകത്തെല്ലാം സംഭവിക്കുന്നത് ഊർജത്തിലൂടെയാണ്. ഇപ്പോൾ സൂക്ഷ്മതലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എന്ത് വസ്തു എടുത്താലും പരസ്പരം അറിയാമല്ലോ, കൂട്ടിമുട്ടാതെ സ്പന്ദിക്കുന്ന തന്മാത്രകളാണ് ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ. ഇതിനെ തമ്മിൽ കൂട്ടിയിടിപ്പിക്കാത്ത ശക്തി ഏതാ? ഈ ഭൂഗോളങ്ങളെല്ലാം കൂട്ടിയിടിപ്പിക്കാത്ത ശക്തി ഏതാ? അതിനാണ് ഞാൻ പ്രാപഞ്ചികമായ ദൈവിക ശക്തിയായി പറയുന്നത്. ഈ ദൈവിക ശക്തി തന്നെയാണ് യൂണിവേഴ്സിൽ നിന്ന് നമ്മിലേക്ക് വരേണ്ടത്. തത്തുല്യമായ എനർജി നമ്മിൽ ക്രിയേറ്റ് ചെയ്താൽ നമ്മൾ യൂണിവേഴ്സിൻ്റെ തലത്തിലേക്ക് വരും. അപ്പോൾ മാനിഫെസ്റ്റേഷൻ ഫാസ്റ്റ് ആവും. അത് പണമായിക്കൊള്ളട്ടെ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആയിക്കൊള്ളട്ടെ, എന്തും. ഇപ്പോൾ പലരും ഈ ഒരു മാനിഫെസ്റ്റേഷൻ തങ്ങളുടെ ജീവിതത്തിലൂടെ ഈ ഒരു ആഗ്രഹത്തിലൂടെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ട് ഈ ഒരു മാനിഫെസ്റ്റേഷനെ കുറിച്ച് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് അറിയാതെയാണ് ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത്. ശരിക്കും എന്താണ് ഈ മാനിഫെസ്റ്റേഷനിലൂടെ നമ്മൾ ആഗ്രഹിച്ചാൽ തങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കും അല്ലെങ്കിൽ ആ ഒരു വിഷ് സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? വിഷ് സാധിക്കണമെങ്കിൽ നമ്മൾ, അതായത് എനിക്കിവിടെ കോട്ട് ചെയ്യാനുള്ളത് നിക്കോള ടെസ്ല പറഞ്ഞ കാര്യമാണ്. എനർജി, ഫ്രീക്വൻസി, വൈബ്രേഷൻ, ഇതില്ലാതെ ഈ ലോകത്തൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു എനർജി ഉണ്ട്, ബയോമാഗ്നറ്റിക്, ഒരു ബയോപ്ലാസ്മിക്, ഒരു എനർജി നിങ്ങളിലുണ്ട്, എന്നിലുമുണ്ട്. ഇതേ എനർജി തന്നെ യൂണിവേഴ്സിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ എനർജിയെ അങ്ങോട്ട് വിക്ഷേപിക്കാം. മനസ്സിലായോ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാനിഫെസ്റ്റേഷൻ നടക്കും. അപ്പോൾ നമ്മളിത് ഓൾ ഇൻ ദ ഫ്രീക്വൻസി, വൈബ്രേഷൻ ആൻഡ് എനർജി, ഫ്രീക്വൻസി, വൈബ്രേഷൻ. ഇപ്പോൾ ഞാൻ ഒരു പുതിയ കാർ ഇപ്പോൾ എടുത്തു. ആ പുതിയ കാറിൻ്റെ വൈബ്രേഷനിലേക്ക് കിടക്കാൻ വേണ്ടി 3 മാസം ഞാൻ പല കാറുകളെക്കുറിച്ച് പഠിച്ചു. അവസാനം ഒരു കാറിലേക്ക് എത്തിപ്പെട്ടു. അത് ഞാൻ മഹീന്ദ്രയുടെ ഒരു മോഡലാണ് കണ്ടത്, 3XO എന്ന് പറയുന്നൊരു മോഡലാണ്. അപ്പോൾ അത് ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ കാണുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി തന്നെ ചോദിച്ചിട്ടുണ്ട്, ഇത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാണ്,
കാരണം എൻ്റെ വണ്ടി ഏതാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുകയാണ്, അതിൻ്റെ ഫീച്ചേഴ്സ്. ഞാൻ ചെല്ലുമ്പോൾ വണ്ടിയെക്കുറിച്ച് ഇനി ഒന്നും എനിക്ക് ആരും പറഞ്ഞു തരണ്ട, അത്രയും വിശദമായിട്ട് ഞാൻ പഠിച്ചിട്ടാണ് ഞാൻ വണ്ടി എടുക്കുന്നത്. അപ്പോൾ അത്രയും ഞാൻ എടുത്തു കഴിഞ്ഞു ആ വണ്ടിയുടെ എനർജിയായിട്ട്. ഈ വണ്ടിയുടെ എനർജിയാണ് പിന്നെ ഞാൻ യൂണിവേഴ്സിലേക്ക് വിട്ടത്. അത് പെട്ടെന്ന് ഫിനാൻസ് റെഡിയാവുന്നു, എല്ലാം റെഡിയാവുന്നു, വണ്ടി നമ്മുടെ കയ്യിലുണ്ട്. ഇന്നിപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളൂ. ഞാൻ ഈ വർഷം ഒരു പുതിയ കാർ എടുക്കണം എന്ന് മാനിഫെസ്റ്റ് ചെയ്യണം എന്ന് ഞാൻ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു ജനുവരി മാസം മുതൽ, അതിന് മുന്നേ തന്നെ ഡിസംബർ മാസം മുതൽ കഴിഞ്ഞ വർഷം. അത് ഞാൻ കൊണ്ടുവന്ന് യൂണിവേഴ്സിലേക്ക് എത്തുന്നത് ആ തത്തുല്യമായ എനർജി അങ്ങോട്ട് ചെന്നപ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ പലരും, ഇപ്പോൾ സാറ് ആ പറഞ്ഞ് നിർത്തിയെടുത്തുനിന്ന് ഞാൻ ചോദിക്കുകയാണ്, അതായത് നമ്മൾ പലരും ഈ ജനുവരി 1-ന്, അതായത് ഒരു പുതുവർഷത്തിൽ പുതിയ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ പുതിയ ഗോളുകൾ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അതായത് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കണം, ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കണം, അതുപോലെ ഒരുപാട്, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ഉണ്ടാവണം, ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടാവണം, ഇങ്ങനെയെല്ലാം ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടെങ്കിലും ആ ഒരു വർഷത്തിന്റെ അവസാനം ഇതൊന്നും നടക്കണമെന്നില്ല. അപ്പോൾ അതിലൊരു മാനിഫെസ്റ്റേഷൻ ആണോ അത് നമുക്ക് സാധിക്കാതെ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അതിലേക്ക് ആ ഗോളിലേക്കുള്ള നമ്മുടെ ആ ഒരു എന്താ പറയുക ജേണിയാണോ അത് തടസ്സമാകുന്നത്? അവിടെ തടസ്സമാകുന്നത് ദ ഇൻറ്റൻസിറ്റി, അതാണ്. എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സോക്രട്ടീസ് ശിഷ്യൻ ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ എങ്ങനെ ആഗ്രഹിച്ചാലാണ് നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അതിന് ആൻസർ പിന്നെ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് സമുദ്രതീരത്ത് കുളിക്കാൻ പോയപ്പോൾ ഈ ശിഷ്യനെ മുക്കി അങ്ങ് പിടിച്ചു. വളരെ കരുത്തനായ ഒരാളാണ് ഈ ഗുരു. ശിഷ്യന് നിലയില്ലാത്ത തലത്തിലും ഈ മുക്കി പിടിച്ച് ജീവന് ഹാനി എന്ന് പറയുന്ന അവസ്ഥ വന്നപ്പോഴേക്കും കൈ അങ്ങ് വിട്ടു. ഇവൻ വേഗം തല ഉയർത്തിയിട്ട് ശ്വസിച്ചു. അപ്പോൾ ഇവനോട് ചോദിച്ചു, നീ ഈ വെള്ളത്തിനടിയിൽ ശ്വാസം കിട്ടാതായപ്പോൾ എന്താണ് ആഗ്രഹിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എങ്ങനെയെങ്കിലും കുറച്ച് വായു കിട്ടിയാൽ മതി, അത് കിട്ടിയാൽ എൻ്റെ ജീവൻ തിരിച്ചു കിട്ടും. അപ്പോൾ അത് എത്രമാത്രം ആഗ്രഹിച്ചു? അയ്യോ, എൻ്റെ ജീവന് തുല്യം ഞാൻ ആഗ്രഹിച്ചു ഗുരു എന്ന് പറയുകയാണ്. അത്രയും ഇൻറ്റൻസിറ്റി കൂടിയപ്പോൾ ആണ് അത്. അവിടെ ഒരു ആൻസറുണ്ട്, അത്രയും ആഗ്രഹിക്കണം. ഇപ്പോൾ നമ്മൾ പണ്ട് ഒരു ചൊല്ലുണ്ട്, കുന്നോളം ആഗ്രഹിച്ചാൽ എള്ളോളെങ്കിലും കുന്നിക്കുരു അല്ലെങ്കിൽ എള്ളോളം കിട്ടുമെന്ന് പറയും. എന്ന് പറയുന്ന പോലെ നമ്മൾ എത്രത്തോളം ഇൻറ്റൻസിറ്റി ഉണ്ടോ ആ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് മാനിഫെസ്റ്റേഷൻ വരിക. മാത്രമല്ല, നമ്മൾ ആ ഹയർ ലെവൽ ഫ്രീക്വൻസിയിലേക്ക് നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും പ്രോഗ്രാം ചെയ്യപ്പെടണം.